സ്വാഗതം. ഗൾഫ് ടുഡേയിലേക്ക് വിശദമായി നോക്കാം. ഗാസ വിഷയത്തിൽ തങ്ങൾക്ക് പ്രത്യേക അജണ്ടകളില്ലെന്ന് UAE. സിവിൽ ഭരണത്തിന്റെ ചുമതല UAE ഏറ്റെടുക്കും എന്ന അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനരഹിതമാണ്. UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഷാദാണ് നിലവിൽ നിലപാട് വ്യക്തമാക്കിയത്. ദുബായിൽ നടക്കുന്ന വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയിലെ പാനൽ ചർച്ചയിലാണ് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവായ ഡോക്ടർ അൻവർ ഗർഗാഷ് നിലപാട് വ്യക്തമാക്കിയത്. ഗാസ വിഷയത്തിൽ UAE അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നില്ല. സിവിൽ ഭരണത്തിന്റെ ചുമതല UAE ഏറ്റെടുക്കുമെന്ന് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു. അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. പാലസ്തീൻ ജനതയാണ് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. സംഘർഷങ്ങൾ ഒഴിവാക്കാനും ജനങ്ങൾക്കുള്ള സമാധാനത്തിനും വേണ്ടി UAE നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ UAE നൽകി വരുന്ന മാനുഷിക സഹായങ്ങളെക്കുറിച്ചും അദ്ദേഹം ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി. ഗാസയിലേക്ക് എത്തുന്ന ആകെ സഹായത്തിന്റെ ഏകദേശം 45% UAEയിൽ നിന്നാണ്. ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിലും പലസ്തീനുകളുടെ കൂടെ തങ്ങൾ നിന്നിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സമാധാനത്തിനായുള്ള അമേരിക്കയുടെ ഇടപെടലുകളെയും ഡോക്ടർ അൻവർ ഗർഗാഷ് അഭിനന്ദിച്ചു. 24 ദുബായ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലി ഷംഖാനിയാണ് നിലപാട് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം തുടരുന്നതിനിടെ വെള്ളിയാഴ്ച ഇസ്താംബൂളിൽ അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് പ്രഖ്യാപനം. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കാമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ചർച്ചകളിലൂടെ ധാരണയിലെത്തണമെന്നും ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ലെന്നും അലി ഷംഖാനി വ്യക്തമാക്കി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ വിശദീകരണവുമായി കേന്ദ്രം. ക്ഷീര കാർഷിക ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. വ്യാപാര കരാറിൽ ഇന്ത്യയും അമേരിക്കയും സംയുക്ത പ്രസ്താവന ഇറക്കും. രാഹുൽ ഗാന്ധിയുടേത് ഇരട്ടത്താപ്പെന്ന വിമർശനം. പ്രധാനമന്ത്രിക്ക് മേൽ സമ്മർദ്ദമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. രാഹുൽ ഗാന്ധി എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ അറിയിച്ചിട്ടില്ലെന്നും റഷ്യ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് പിന്നാലെയായിരുന്നു കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ വിശദീകരണം. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ രാജ്യത്തിന്റെ ശോഭനമായ ഭാവിക്കുള്ളത്. ഇന്ത്യയിലെ എല്ലാ മേഖലയ്ക്കും കരാറിന്റെ ഗുണം ലഭിക്കും. ടെക്സ്റ്റൈൽ, തുകൽ, ജുവലറി, സമുദ്ര മേഖലകൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും കേന്ദ്ര വാണിജ്യമന്ത്രി. भारत के भविष्य को 4 चांद लगाने वाला ट्रेड डील माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में कल रात ഫൈനലൈസ് किया गया है. കരാറിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കുന്നത് അന്തിമഘട്ടത്തിലാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെയും വിമർശിച്ചു. कुछ दिन पहले तक विपक्ष के नेता भी हमें पूछ रहे थे कि कब होगा US डील, और मैं हैरान हूं ये डबल स्टैंडर्ड्स जो राहुल गांधी जी बार बार दिखाते हैं. എപ്സ്റ്റീൻ ഫയലും അദാനിക്കെതിരായ കേസും ഉപയോഗിച്ചാണ് കരാറിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതെന്ന് രാഹുൽ ഗാന്ധി. एक अदानी जी पर केस है जी, यूनाइटेड स्टेट्स वो अदानी जी को टारगेट नहीं कर रहा है, वो नरेंद्र मोदी के फाइनेंशियल स्ट्रक्चर को टारगेट कर रहा है. एप्स्टाइन फाइल्स में अभी और माल है, वो अभी रिलीज नहीं हुआ है, इसीलिए इस दबाव में आकर റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നും പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതായി ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗിക ആശയവിനിമയം ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യയുമായുള്ള തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കാനാണ് ശ്രമമെന്നും റഷ്യ വ്യക്തമാക്കി. 24 ഡൽഹി. സംസ്ഥാനത്ത് കാട്ടാൻ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തൃശൂർ മയിലാടുംപാറ സ്വദേശി ഷിജുവാണ് മരിച്ചത്. പീച്ചി മയിലാടുംപാറ വനമേഖലയിൽ ആടുമേയ്ക്കുന്നതിനിടെയാണ് കാട്ടാൻ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് തൃശൂർ DFO മാർട്ടിൻ ലോവർ 24നോട് പറഞ്ഞു. അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വനത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 150-200 മീറ്റർ മാറിയിട്ടാണ് ബോഡി കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ പറയാം. ആട് മേയ്ക്കാൻ പോയി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ജനങ്ങൾ പറയപ്പെടുന്നത്. ഏതായാലും നമുക്ക് നോക്കാം, നോക്കിയിട്ട് പറയാം കൃത്യമായിട്ട്. വനാതിർത്തിയോട് ചേർന്ന പ്രദേശമായിരുന്നു എന്താ? ഇല്ല, അവിടെ ഫെൻസ് ഉണ്ട്. ഫെൻസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ വാച്ചർമാരുണ്ടായിരുന്നു, അവർ രാത്രി നോക്കിയപ്പോൾ ഫെൻസ് ഫുൾ പവറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വനത്തിനുള്ളിലാണ്. ഫെൻസിങ് മറികടന്ന ആളകത്തേക്ക് കയറിയിട്ടുണ്ടോ? അത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഫെൻസ് ഉണ്ടല്ലോ, ഫെൻസിലേക്ക് പോയിട്ടുണ്ടാകാം, നമുക്ക് വ്യക്തമല്ല. എന്താണെങ്കിലും അന്വേഷിക്കട്ടെ നമ്മളത്. പരിക്ക് എങ്ങനെയാണെന്നുള്ള വിവരമുണ്ടോ സാർ? അതിപ്പോൾ ഡോക്ടർ പറയണം, നമ്മൾ പ്രാഥമികമായിട്ട് കണ്ടല്ലേ ഉള്ളൂ. ഉണ്ടാവും, പോലീസും അന്വേഷിക്കാം, വനവും അന്വേഷിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ നോക്കാം നമുക്ക്. പീച്ചിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം നാട്ടുകാർ തടഞ്ഞു. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, നമ്മൾ ഇന്ന് കേട്ട ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ കാട്ടാനാക്രമണം. അത് വർദ്ധിക്കുന്ന സാഹചര്യം, ഇന്ന് വീണ്ടും ഒരു ജീവൻ കൂടിയല്ലേ? ഭവ്യ, എന്തായാലും സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പീച്ചി മയിലാടുംപാറയിലാണ് ഒരു യുവാവിന്റെ ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ആട് മേയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ഷിജു ഈ മേഖലയിലേക്ക് എത്തിയതെന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. പിന്നീട് ഈ ആടിനെ കാണാഞ്ഞതിനെ തുടർന്ന് ഈ വനത്തോട് ചേർന്ന പ്രദേശത്തെല്ലാം എത്തി ഷിജു ആടിനെ തിരക്കുന്നതിനിടയിലാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായതെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് ഈ ഷിജുവിനെ കുറിച്ച് ഒരു വിവരമില്ലാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തിയാണ് ഈ മൃതദേഹം അവിടെ നിന്ന് ഈ പുറത്തേക്ക് എത്തിക്കുന്ന ആ സമയത്തൊക്കെ നാട്ടുകാരെ സംബന്ധിച്ച് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ തടഞ്ഞ വാഹനങ്ങൾ തടഞ്ഞടക്കം ഈ നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ഷിജുവിന്റെ മൃതദേഹത്തിന് ചെറിയ രീതിയിൽ ഹൃദയമിടിപ്പടക്കമുണ്ട് എന്ന് പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും അങ്ങനെ നാട്ടുകാർ വഴിയൊരുക്കി കൊടുത്താണ് ഈ മൃതദേഹം ഈ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ നാട്ടുകാരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്തോ ഒരു പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം? അത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അവിടെ നിന്ന് ഒരു തൊട്ടപ്പുറത്ത് തന്നെ ആട്ടുങ്ങളുണ്ട്, വീട്ടിലൊരു 4-5 ആട്ടുങ്ങളുണ്ട്. അതൊക്കെ ഉപജീവന മാർഗ്ഗം അങ്ങനെയൊക്കെ ആയിട്ട് പോണവരാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴേക്ക് ആടിനെ വിട്ടിട്ട് ഒരെണ്ണത്തിനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി നോക്കിയതാണ്. അപ്പോഴാണ് ഈ സംഭവം നടന്നേക്കണത്. പിന്നെ ആനയും കണ്ട് ഓടിച്ചു കഴിഞ്ഞിട്ട് അപ്പുറത്തെ കുഴിയിലും കണ്ട് വീണ് ചത്ത് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആന തലയ്ക്കൊക്കെ ചവിട്ടിയിട്ട് ആകെ മാരകമായിട്ട് പരിക്ക് പറ്റിയിട്ട് പിന്നെ തിരിച്ച് കാണാണ്ടിരുന്നിട്ട് ആൾക്കാരൊക്കെ ഒരു 7 മണിക്ക് ശേഷം ഇരുട്ടായതിനു ശേഷം അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് കണ്ടെത്തണത് എന്ന് പറഞ്ഞാൽ ബോഡി കണ്ടത്. അങ്ങനെയാണ്. പരിക്കേറ്റിട്ടുണ്ട്, ശരീരത്തിലടക്കം ആന ചവിട്ടിയതിന്റെ പരിക്കേറ്റിട്ടുണ്ട്. ഒന്നാ പറഞ്ഞാൽ ഇപ്പം നിലവിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റുകാർ കണ്ടമാനം പൈസ ചിലവാക്കിയിട്ട് ഗവൺമെൻറ് കണ്ടമാനം ഫണ്ട് ചിലവാക്കിയിട്ട് മൃഗങ്ങളെ നാട്ടിലേക്ക് ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് മൃഗങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പം കോടികൾ ചിലവാക്കിയിട്ട് ഈ മൃഗങ്ങളെ കാട്ടിലേക്ക് കയറ്റിവിടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അതായത് ഈ ഗവൺമെൻറ്, അതായത് കേരള ഗവൺമെൻറ് ആണെങ്കിലും അവർക്ക് ഫോറസ്റ്റ് എന്നുള്ള സംഭവം വികസിപ്പിക്കണം. പക്ഷേ ജനങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കിയിട്ട് അതൊരു അജണ്ടയാണത്, ഒരു അജണ്ടയാണത്. ജനങ്ങളെ കുടിയിറക്കി അത് കോർപ്പറേറ്റ് കമ്പനിക്ക് കൃഷി ചെയ്യാനായിട്ടായാലും എന്തിനായിട്ടായാലും ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ കുടിയിറക്കി അവരെ ഈ അപ്പാർട്ട്മെൻറ്റുകളിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് അവരെ, അതാണ് ഗവൺമെൻറ്റിൻ്റെ അജണ്ട. അത് എന്താ അജണ്ടയിലാണ് പോകണേന്ന് നമുക്ക് അറിയില്ല. വലിയ പ്രതിഷേധം ഉണ്ടോ നമ്മളെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ നാളെ ഭയങ്കരമായിട്ട് പ്രത്യേകത അവിടെ ഉണ്ടായിരിക്കും. പ്രതിഷേധം ഉണ്ടെന്ന് ഭയങ്കര ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരിക പറ്റില്ല. മൃഗങ്ങൾ, എല്ലാ മൃഗങ്ങളും, ഇത് ആന, കുരങ്ങ്, അണ്ണാൻ, ഈ ഒരു തെങ്ങില് പോലും ഒന്നും ഒരു ഇതുപോലും ഇല്ല. എല്ലാം കുരങ്ങ് വന്ന് അലക്കിക്കൊണ്ട് പോവാണ്. പിന്നെ പന്നി, ഒരു വശത്തുനിന്ന് പന്നി, സകല മൃഗങ്ങളും. വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരവും സാമ്പത്തിക ബന്ധവും ശക്തമാക്കുന്നതിനായുള്ള B57+ പദ്ധതിയുടെ ഏഷ്യ പസഫിക് ആസ്ഥാനം ഇന്തോനേഷ്യയിൽ പ്രഖ്യാപിച്ചു. ഇസ്ലാമിക് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്ന ഈ പദ്ധതിയിലൂടെ ബിസിനസ് രംഗത്ത് വലിയ ഉണർവാണ് പ്രതീക്ഷിക്കുന്നത്. അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇന്തോനേഷ്യയിൽ നടന്ന സാമ്പത്തിക ഉച്ചകോടിയിലാണ് പുതിയ ഏഷ്യ പസഫിക് കേന്ദ്രത്തിന്റെ പ്രഖ്യാപനമുണ്ടായത്. മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ വെറും ചർച്ചകൾ നടത്തുന്നതിന് പകരം നേരിട്ടുള്ള വികസന പദ്ധതികൾക്ക് രൂപം നൽകുകയാണ് ഈ പുതിയ കേന്ദ്രത്തിന്റെ ദൌത്യമെന്ന് ഇസ്ലാമിക് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് അബ്ദുള്ള സാലിഹി കാമിൽ പറഞ്ഞു. ലോകത്ത് 2 കോടിയിലധികം മുസ്ലിം ജനസംഖ്യയും ധാരാളം പ്രകൃതി വിഭവങ്ങളും ഉണ്ടെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ അളവ് വെറും 20% മാത്രമാണ്. ഓരോ രാജ്യത്തെയും വ്യത്യസ്തമായ നിയമങ്ങളും ബിസിനസ്സുകാർ തമ്മിലുള്ള ബന്ധമില്ലായ്മയുമാണ് ഇതിന് പ്രധാന കാരണം. ഈ പ്രശ്നം പരിഹരിക്കാൻ B57+ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഗവൺമെന്റ് നയങ്ങളും ബിസിനസ്സുകാരുടെ ആവശ്യങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാലമായി ഈ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കും.
കൂടുതൽ പണം നിക്ഷേപിക്കാനും കച്ചവടം കൂട്ടാനും അതുവഴി പുതിയ ജോലി സാധ്യതകൾ ഉണ്ടാകാനും ഇത് സഹായിക്കും. ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല, വലിയ തോതിൽ മുസ്ലിം ജനസംഖ്യയുള്ള മറ്റു രാജ്യങ്ങളും ഇതിന്റെ ഭാഗമാകും. എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നതിനാലാണ് ഈ പദ്ധതിക്ക് B57+ എന്ന് പേര് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയം നോക്കാതെ ലോക സാമ്പത്തിക രംഗത്ത് വലിയ ശക്തിയായി മാറുകയാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യം. 24 ജിദ്ദ. സംസ്ഥാനങ്ങളുമായും ടെറിട്ടറികളുമായും $25 ബില്യൺ സുപ്രധാന ആരോഗ്യ കരാറിൽ ഒപ്പുവെച്ച് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. പൊതു ആശുപത്രികൾക്കുള്ള 5 വർഷത്തെ ഫണ്ടിംഗ് കരാറിൽ എത്തിച്ചേരുന്നതിനായി ദേശീയ മന്ത്രിസഭാ യോഗം ചേർന്നു. ചിന്നു ജെറാൾഡ് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിയും സംസ്ഥാന സെക്രട്ടറി നേതാക്കളും ചേർന്ന് $25 ബില്യൺ ആരോഗ്യ സംരക്ഷണ കരാറിൽ ഒപ്പുവെച്ചു. ആശുപത്രി ഫണ്ടിങ്ങിന് വലിയ ഉത്തേജനം നൽകുന്ന ഈ 5 വർഷത്തെ കരാർ 2025 ജൂണിൽ അവസാനിക്കുന്ന നിലവിലെ കരാറിന് പകരമായി വരും. കോമൺവെൽത്ത് സർക്കാരിന്റെ ആശുപത്രി ധനസഹായ വിഹിതത്തിൽ 30% നിന്ന് 45%ലേക്കാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. 5 വർഷത്തെ കരാർ അവസാനിക്കുമ്പോൾ ഇത് 50% ഉയർത്താനും ധാരണയായിട്ടുണ്ട്. ആശുപത്രി ഫണ്ടിങ്ങിനുണ്ടായിരുന്ന 6.5% വളർച്ചാ പരിധി നീക്കം ചെയ്തു എന്നതും ഈ കരാറിന്റെ പ്രധാന സവിശേഷതയാണ്. ഇത് സംസ്ഥാനങ്ങൾക്കും ടെറിട്ടറികൾക്കും അവരുടെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകും. പുതിയ കരാർ പ്രാഥമികമായി ഊന്നൽ നൽകുന്നത് പൊതുജനാരോഗ്യ സേവനങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും GPമാരെയും എളുപ്പത്തിൽ സമീപിക്കാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ്. അതുവഴി അത്യാഹിത വിഭാഗങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും ഇത് സഹായിക്കും. വെർച്വൽ കെയർ, വയോജന പരിചരണം എന്നിവയും ഈ കരാറിന്റെ ഭാഗമായി ശക്തിപ്പെടുത്തും. പ്രധാനമന്ത്രി ആൽബനീസി ഈ കരാറിനെ ചരിത്രപരം എന്ന് വിശേഷിപ്പിക്കുകയും ജീവിത ചെലവ് കുറയ്ക്കുന്നതിൽ ഇത് വലിയ പങ്ക് വഹിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ, ക്വീൻസ്ലൻഡ്, വെസ്റ്റേൺ ഓസ്ട്രേലിയൻ പ്രീമിയർമാരും ഈ കരാറിനെ സ്വാഗതം ചെയ്തു. ഇത് സംസ്ഥാനങ്ങൾക്ക് വലിയ നേട്ടമാണെന്നും ആരോഗ്യ സംവിധാനത്തിന് സുപ്രധാനമായ ഉത്തേജനം നൽകുമെന്നും അവർ വ്യക്തമാക്കി. ഈ കരാർ ഓസ്ട്രേലിയയുടെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികൾക്ക് ഒരു പരിഹാരമാകുമെന്നും ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഗുണമേന്മയുള്ളതും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കാനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായാണ് ഈ കരാറിനെ വിലയിരുത്തുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി ചിന്നു ജെറാൾഡ്. ദുബായ് തുരങ്കപാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ദുബായ് ഇന്റർനാഷണൽ ഫൈനാൻസ് സെന്ററിനും ദുബായ് മാളിനുമിടയിലാകും ആദ്യ തുരങ്കപാത എത്തുക. ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായി ചേർന്ന് ആണ് ദുബായ് ലൂപ്പ് പദ്ധതി തയ്യാറാക്കുന്നത്. ദുബായിലെ തിരക്കേറിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ലൂപ്പ് പദ്ധതി കഴിഞ്ഞ വർഷം റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചിരുന്നു. ദുബായിൽ നടന്ന ആഗോള സർക്കാർ ഉച്ചകോടിയിലായിരുന്നു പ്രഖ്യാപനം. ഇലോൺ മസ്ക് ഓൺലൈനായി പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ബോറിംഗ് കമ്പനിയുമായി ചേർന്ന് പദ്ധതി നടപ്പിലാക്കുമെന്ന് അറിയിച്ചു. 1 വർഷത്തിനു ശേഷമാണ് ലൂപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ ദുബായ് RTA വ്യക്തമാക്കിയിരിക്കുന്നത്. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് സെന്റർ, ദുബായ് മാൾ എന്നിവയ്ക്കിടയിലാകും ആദ്യമായി അതിവേഗ തുരങ്കപാത എത്തുക. 600 മില്യൺ ദിർഹം ചിലവിട്ട് 4 സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന പാതയാണ് ആദ്യം നിർമ്മിക്കുന്നത്. ഒരേ സമയം 100 കാറുകൾ യാത്ര ചെയ്യും. 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ടയിടത്ത് 3 മിനിറ്റിലെത്തും. 13,000 യാത്രക്കാർക്ക് ഒരു ദിവസം സഞ്ചരിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. $2.5 ബില്യൺ ദിർഹം ചെലവിട്ട് 24 കിലോമീറ്റർ നീളുന്നതാണ് ആകെ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതി. 19 സ്റ്റേഷനുകൾ ഉണ്ടാകും. ഗതാഗത മേഖലയിൽ വിപ്ലവം ലക്ഷ്യമിട്ടാണ് ലൂപ്പ് പാതകളുടെ വരവ്. കരാർ ഇന്ന് ഒപ്പിട്ടതായും ദുബായ് RTA അറിയിച്ചു. 2 വർഷത്തിനുള്ളിലാകും ലൂപ്പ് റോഡ് യാഥാർത്ഥ്യമാവുക. 24 ദുബായ്. റമദാൻ മാസത്തിൽ ഇരു ഹറം പള്ളികളിലും തറാവീഹ്, തഹജുദ് നിസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പട്ടികയ്ക്ക് മതകാര്യ വകുപ്പ് അംഗീകാരം നൽകി. മക്കയിലെയും മദീനയിലെയും പ്രമുഖ ഇമാമുമാരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമയക്രമമാണ് പുറത്തുവിട്ടത്. പുണ്യമാസമായ റമദാനെ വരവേൽക്കാൻ മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികൾ സജ്ജമായി. ഈ വർഷത്തെ തറാവീഹ്, തഹജ്ജുദ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പട്ടിക ഹറം മതകാര്യ വകുപ്പ് മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പുറത്തിറക്കി.
മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസ്, ഷെയ്ഖ് ബദർ അൽ തുർക്കി, ഷെയ്ഖ് അബ്ദുള്ള അൽ ജുഹാനി, ഷെയ്ഖ് യാസിർ അൽ ദോസരി, ഷെയ്ഖ് ബന്ദർ ബലീല, ഷെയ്ഖ് മാഹിർ അൽ മുയഖരി, ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ എന്നിവർ വിവിധ ദിവസങ്ങളിൽ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകും. മദീനയിലെ മസ്ജിദ് നബവിയിൽ ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ, ഷെയ്ഖ് അബ്ദുള്ള അൽ ഖറാഫി, ഷെയ്ഖ് ഖാലിദ് അൽ ഹന്ന, ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി, ഷെയ്ഖ് അബ്ദുൽ മുഹസിൻ അൽ ഖാസിം എന്നിവരാണ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രമുഖർ. 7 പ്രധാന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തന പദ്ധതിയാണ് ഹറം മതകാര്യ വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത്. തീർത്ഥാടകർക്ക് ഖുർആനും സുന്നത്തും പഠിക്കാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, സേവനങ്ങളിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുക, വിവിധ ഭാഷകളിലുള്ള വിവർത്തന സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവ ഇതിൽ പ്രധാനമാണ്. റമദാൻ അവസാന 10 തഹജ്ജുദ് നമസ്കാരങ്ങളുടെ പ്രത്യേക സമയക്രമവും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ ജിദ്ദ ചാപ്റ്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ നിർവഹിച്ചു. പ്രവാസി മലയാളികളെ നാടുമായും ഭാഷയുമായും ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് മലയാള സാഹിത്യമെന്ന് BRM ഷഫീർ പറഞ്ഞു. OICC റീജിയണൽ പ്രസിഡന്റ് ഹക്കീം പാറക്കൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ സെമി അബ്ദുൽ ഖാദർ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സൗദി പ്രോ ലീഗിൽ വൻ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഫ്രഞ്ച് താരം കരീം ബെൻസിം അൽ ഹിലാൽ ക്ലബിലേക്ക്. അൽ ഇത്തിഹാദുമായുള്ള കരാർ അവസാനിപ്പിച്ച താരം ശൈത്യകാല ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന നിമിഷമാണ് ഹിലാലിനൊപ്പം ചേർന്നത്. 1.5 വർഷത്തേക്കാണ് കരാർ. അൽ ഇത്തിഹാദിലെ തന്റെ കരിയറിന് വിരാമമിട്ട് ഫ്രഞ്ച് സൂപ്പർ താരം കരീം ബെൻസേമ സൗദിയിലെ വമ്പന്മാരായ അൽ ഹിലാലുമായി പുതിയ കരാർ ഒപ്പുവെച്ചു. ഫ്രീ ട്രാൻസ്ഫറിലൂടെയാണ് പുതിയ നീക്കം പൂർത്തിയാക്കിയത്. അൽ ഹിലാൽ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ വാർത്ത സ്ഥിരീകരിച്ചു. കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തിഹാദുമായി താരത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. 34 അന്താരാഷ്ട്ര കിരീടങ്ങളുടെ കരുത്തുമായാണ് ബെൻസേമ അൽ ഹിലാലിലേക്ക് എത്തുന്നത്. റയൽ മാഡ്രിഡിന്റെ സുവർണ കാലഘട്ടത്തിൽ 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 5 ലോകകപ്പുകളും സ്വന്തമാക്കിയ താരം ഫ്രഞ്ച് ലീഗിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം നേടിയ ബെൻസേമയുടെ വരവ് അൽ ഹിലാലിന്റെ മുന്നേറ്റ നിരക്ക് വലിയ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ. ഫ്രാൻസിനായി 97 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം തന്റെ അനുഭവ സമ്പത്ത് അൽ ഹിലാലിനായി എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ശൈത്യകാല ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന നിമിഷം നടന്ന ഈ കൂടുമാറ്റം ഫുട്ബോൾ ലോകത്തെ വലിയ ചർച്ചയായി മാറി. സാലിം അൽ ദോസരി, മാൽക്കോം, ഡാർവിൻ ന്യൂനസ്, റോബിൻ നെവസ്, യാസിൻ ബോണോ തുടങ്ങിയവർക്കൊപ്പം ബെൻസേമ കൂടി ചേരുന്നതോടെ എതിരാളികൾക്ക് അൽ ഹിലാൽ വലിയ വെല്ലുവിളിയാകും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഖത്തറിൽ 1.5 വയസ്സുകാരൻ ചികിത്സയിലിരിക്കെ മരിച്ചു. കണ്ണൂർ കേളകം അടക്കാത്തോട് സ്വദേശി അബ്ദുൾ റഷീദ് അസീമ ദമ്പതികളുടെ മകൻ അലി ഹൈസം ആണ് സിദ്ര ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അബു ഹമൂർ ഖബർസ്ഥാനിൽ കബറടക്കി. ദക്ഷിണ ഓസ്ട്രേലിയയിൽ അപകടത്തെ തുടർന്ന് കാറിന്റെ ഗ്രില്ലിൽ കുടുങ്ങിയ കോലയെ സാഹസികമായി രക്ഷപ്പെടുത്തി. സംഗീത ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദക്ഷിണ ഓസ്ട്രേലിയ അഡിലൈഡിൽ ഒരു വാഹനാപകടത്തിൽ കാറിന്റെ മുൻഭാഗത്തെ ഗ്രില്ലിൽ കുടുങ്ങിക്കിടന്ന കോല അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത്. കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ ഒരു വലിയ ശബ്ദം കേട്ടുവെങ്കിലും അതൊരു പക്ഷിയായിരിക്കാമെന്ന് കരുതി യാത്ര തുടർന്നു. ഏകദേശം 16 കിലോമീറ്ററോളം ദൂരം പിന്നിട്ട് വീട്ടിലെത്തിയ ശേഷം അടുത്ത ദിവസം രാവിലെയാണ് കാറിന്റെ മുൻഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന കോലയെ ഡ്രൈവർ കാണുന്നത്. Deep wedged in there. Half of it was hanging out, half of it wasn't. We thought far out. We thought for sure it was dead. ഉടൻ തന്നെ മൃഗസംരക്ഷണ പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ സന്നദ്ധ പ്രവർത്തകർ ഗ്രില്ലിനുള്ളിൽ നിന്ന് കോലയെ സുരക്ഷിതമായി പുറത്തെടുത്തു. Scared to actually look at the front of my car at first. I thought there was going to be like just really bad stuff all over it, and then I hopped out. I didn't look too. ഈ അത്ഭുതകരമായ രക്ഷപ്പെടലിന് സാക്ഷ്യം വഹിച്ച എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് കോലയ്ക്ക് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. രക്ഷാപ്രവർത്തകർ ഈ കോലയ്ക്ക് ഗ്രിൽ എന്ന് പേര് നൽകി. Very amazed. Like, obviously you have to be hit at quite a high speed to get stuck in a car grill. പിന്നീട് ആവശ്യമായ പരിചരണങ്ങൾ നൽകിയ ശേഷം അതിനെ കാട്ടിലേക്ക് തുറന്നുവിട്ടു. ഈ സംഭവം വന്യജീവികളിലും റോഡരികളിലും മറ്റും ജനവാസ മേഖലകളിലും എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഡ്രൈവർമാർ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും വാഹനം ഓടിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു. നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു ജീവന്റെ നഷ്ടത്തിന് കാരണമാവാം. അതിനാൽ റോഡുകളിൽ ജാഗ്രത പുലർത്തുക. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി സംഗീത ഗോപിനാഥ്.
റീറ്റെയിൽ കൊമേഴ്സ് രംഗത്ത് ഏറ്റവും വേഗത്തിൽ ഡിജിറ്റൽ AI റീറ്റെയിൽ അപ്ഡേഷനുമായി ലുലു. ഉപഭോക്താക്കൾക്ക് അതിവേഗത്തിൽ വിരൽത്തുമ്പിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ ഡിജിറ്റൽ ഓംനി ചാനൽ ട്രാൻസ്ഫോർമേഷൻ ഓഫീസ് ദുബായിൽ തുറന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. AI അടക്കമുള്ള നൂതന സാങ്കേതിക സംവിധാനങ്ങളും റിയൽ ടൈം ടെക്നോളജി അപ്ഗ്രഡേഷനിലൂടെയും മികച്ച ഓൺലൈൻ റീറ്റെയിൽ സേവനം ഉപഭോക്താക്കൾക്ക് ഉറപ്പിക്കുകയാണ് ലുലുവിന്റെ ലക്ഷ്യം. AI സഹായത്തോടെ ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിക്കുക, ഏജന്റ് കൊമേഴ്സ്, ഓട്ടോമേഷൻ, കൂടുതൽ വേഗത്തിലുള്ള ഓൺലൈൻ പർച്ചേസിംഗ്, സുരക്ഷിതമായ പേയ്മെന്റ് തുടങ്ങി ഷോപ്പിംഗ് കൂടുതൽ മികച്ചതാക്കുകയാണ് ലുലു. മികച്ച പ്രൊഫഷണൽ സംഘമാണ് ലുലുവിന്റെ ഡിജിറ്റൽ ഒംനി ചാനൽ പ്രവർത്തനം നയിക്കുക. കൂടാതെ ലുലുവിന്റെ ഫിനാൻഷ്യൽ റെമിറ്റൻസ് പ്ലാറ്റ്ഫോമായ ലുലു മണിയും മികച്ച സേവനമാണ് നൽകുക. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ മികവോടെ ഏറ്റവും വേഗത്തിലുള്ള ഡിജിറ്റൽ റീറ്റെയിൽ സേവനം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ലുലുവെന്ന് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. കൂടുതൽ സ്മാർട്ടായ റീറ്റെയിൽ സേവനമാണ് ലുലു ഉറപ്പാക്കുന്നതെന്നും MA യൂസഫ് അലി. We open our new digital and omni-channel transformation office, a key step in what we proudly call Lulu 2.0. Today, customers expect a seamless experience in our stores, on their phones and their homes. The future of retail is not offline or online. It is both working together as one strong omni-channel ecosystem. Our vision is clear: to build world-class omni-channel platform that combines the strength of our physical network with the digital innovation, delivering exceptional customer experience in every day. ലുലു CEO സെയ്ഫി രൂപവാല, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, COO ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലീം VI, ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MA, ഷാബു അബ്ദുൽ മജീദ്, ഓംനി ചാനൽ ഹെഡ് യേശു യാർലഗദ്ദ, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ V നന്ദകുമാർ, ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ മുഹമ്മദ് അനീഷ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 ദുബായ്. കേരള സമാജം നൈജീരിയയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ മെഗാ ഷോ സംഘടിപ്പിച്ചു. കേരള സമാജം പ്രസിഡന്റ് ഷിജു പ്രഭാകരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള സമാജം നൈജീരിയയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ മെഗാ ഷോ യാബ യൂണിലാഗ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സമാജം പ്രസിഡന്റ് ഷീജു പ്രഭാകരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സമാജം അംഗങ്ങളുടെ വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി. നൈജീരിയയിൽ 25 വർഷം പൂർത്തിയാക്കിയ മലയാളികൾക്കുള്ള പ്രവാസി അവാർഡ് വിതരണം ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ C കണ്ണൻ നിർവഹിച്ചു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ എലൈന തെരേസയെ ചടങ്ങിൽ ആദരിച്ചു. കേരള സമാജം കലണ്ടർ, മാഗസിൻ പ്രകാശനവും KSN സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും പരിപാടിയുടെ ഭാഗമായി നടന്നു. സോഷ്യൽ മീഡിയ ദുരുപയോഗങ്ങൾക്കെതിരെ അവതരിപ്പിച്ച മൂകാഭിനയം, മാർഗം കളി, KSN ഓർക്കസ്ട്രയുടെ സംഗീത വിരുന്ന് തുടങ്ങിയവ വേറിട്ട കാഴ്ചയായി. കൾച്ചറൽ സെക്രട്ടറി സന്തോഷ് നായർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മനോജ് നായർ നന്ദിയും പ്രകാശിപ്പിച്ചു. ബ്ലസൻ ചെറുവക്കൽ, 24 നൈജീരിയ. ഡിസ്നിക്ക് പുതിയ തലവൻ ജോഷ് ഡിമാറോ പുതിയ CEO ആകും. മാർച്ച് 18-ന് ജോഷ് ഡിമാറോ ചുമതലയേൽക്കും. നിലവിലെ മേധാവി ബോബ് ഐഗർ സ്ഥാനമൊഴിയുന്നതിന് പിന്നാലെയാണ് തലപ്പത്തെ മാറ്റം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.